അങ്ങനെ കള്ളത്തരം കാണിച്ച് നീ നേടിയതെല്ലാം ഒരു ദിവസം നിന്റെ കയ്യിന്ന് അതങ്ങ് പോവും. ഷോ, അത് എത്രയും പെട്ടെന്നാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടേടി ഐശ്വര്യലക്ഷ്മി. ഇറങ്ങി പോ പുറത്ത്. ഇറങ്ങി പോവാൻ. ഹലോ. എന്താ മോളെ കരയുന്നത്? പറയും മോളെ. എന്താ മോളെ, എന്തു പറ്റി? ഇവിടെ വലിയ പ്രശ്നം അമ്മായി. പ്രശ്നോ? എന്ത് പ്രശ്നം? ഇതേ എന്റെ ഭാര്യ. നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യ അറിയാം. മുൻപ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നതാ. എന്ന് കരുതി ആ പേരിൽ ഐശ്വര്യ ആരും ബഹുമാനിക്കാതിരിക്കരുത്. ഐശ്വര്യ ബഹുമാനിക്കാനും ഐശ്വര്യ പറയുന്നത് അനുസരിക്കാനും പറ്റാത്തവരാരും ഇനി ഈ ഓഫീസിൽ വേണ്ട. ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഈ ഓഫീസിൽ ഉണ്ടാവരുത്. ഇപ്പൊ പറഞ്ഞതൊക്കെ ഇനി എന്നെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുകയും ചെയ്യരുത്. ഞാനിപ്പോ പറഞ്ഞതൊക്കെ സമ്മതമല്ലാത്തവർക്ക് രാജിവെച്ച് പോവാം. സാറ് പറഞ്ഞിട്ട് പോയത് നീ കേട്ടല്ലോ. അതൊക്കെ നിനക്കും ബാധകമാ. മര്യാദയ്ക്ക് എന്നെ അനുസരിച്ച് ഇവിടെ നിന്നോണം. നിന്നെ അനുസരിക്കണമെന്ന് മാത്രമല്ലല്ലോ സാറ് പറഞ്ഞത്. അതിന് പറ്റാത്തവർക്ക് രാജിവെച്ച് പോകാന്നും പറഞ്ഞല്ലോ. ഞാനിപ്പോ ഈ നിമിഷം രാജിവെക്കാൻ പോവാ. നിന്നെ അനുസരിച്ച് നിന്റെ കാൽ കീഴിൽ കിടന്ന് നിന്റെ ഉപദ്രവം സഹിച്ച് ഇവിടെ ജോലിക്ക് നിൽക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടന്ന് മരിക്കുന്നതാ. ഐശ്വര്യം വന്നപ്പോ അർദ്ധരാത്രി കൊട പിടിക്കുന്ന എന്റെ ഈ പഴയ കൂട്ടുകാരി ഒന്ന് മാത്രം മനസ്സിൽ വെച്ചോ. നീ എങ്ങനെ ഇപ്പൊ ഈ സ്ഥിതിയിലായെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ കള്ളത്തരം കാണിച്ച് നീ നേടിയതെല്ലാം ഒരു ദിവസം നിന്റെ കയ്യിന്ന് അതങ്ങ് പോവും. ഷോ, അത് എത്രയും പെട്ടെന്നാവാൻ ഞാൻ പ്രാർത്ഥിക്കാം. പോട്ടേടി ഐശ്വര്യലക്ഷ്മി. ഞാനും ഇയാളും കൂടിയാ നാട്ടിലേക്ക് പോയത്. കൊട്ടാരത്തിൽ നിന്ന് ഒരു പൊടി ഞങ്ങൾക്ക് കിട്ടി. അത്
അഗ്നിബാധ ഉണ്ടാക്കുന്ന പൊടിയാണെന്ന് ഇയാള് പറയുന്നത്. അത് പരിശോധനയ്ക്ക് കൊടുത്തിരിക്കും അച്ഛാ. അതിന്റെ റിസൾട്ട് മുഴുവനായി വന്നാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ദാസേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. അതിന്റെ റിസൾട്ട് നമുക്ക് അനുകൂലമാവുന്ന തന്നെയാ എന്റെ വിശ്വാസം. പിന്നെ അച്ഛാ, മണിമാല തിരികെ അമ്പലത്തിൽ വെക്കാൻ ഞാനൊരു ശ്രമം നടത്തി. പക്ഷെ എന്ത് അത്ഭുതത്തിൽ അത് സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല അച്ഛാ. അതാ മോളെ മണിമാലയുടെ ശക്തി. അത് നേരായ പാതയിലല്ലാതെ സ്വന്തമാക്കാൻ നടക്കുന്നവർ അതിന്റെ പിന്നാലെ ഉണ്ടാവുമെന്ന് ദേവിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ അതാ മോളുടെ കൈ തന്നെ ദേവി തിരികെ തന്നത്. മണിമാല കയ്യിലുള്ളവർക്ക് എന്നും ഐശ്വര്യം ഉണ്ടാവുന്നല്ലേ നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നിട്ട് നമുക്കെന്നും പ്രശ്നങ്ങളാണല്ലോ അച്ഛാ. മണിമാലയുടെ ഐശ്വര്യം പണത്തിലാണെന്ന ചിലരുടെ വിശ്വാസം. എന്നാ അതങ്ങനെയല്ല. നേരായ ബുദ്ധി, നേരായ ചിന്തകൾ, നിർമ്മല ഹൃദയം, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സിന്റെ കാരുണ്യം, അതൊക്കെ അതാവോളം എൻ്റെ മോൾക്കുണ്ട്. അതാ മണിമാല ദേവി സന്നിധിയിൽ വെച്ചിട്ടും അത് നിന്നിലേക്ക് തന്നെ തിരികെ വന്നത്. ഞാൻ കുറ്റം പറയല്ല. ഇയാള് പറഞ്ഞു കേട്ടിടത്തോളം മണിമാല കയ്യിലുള്ളവർക്ക് മനസ്സമാധാനം ഉണ്ടാവുന്ന. ഇതിപ്പോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് നേരെയല്ലോ ദാസേട്ടാ. അതങ്ങനല്ല മുഹി. ഏറ്റവും നല്ല ഭക്തരെ ഏറ്റവും മികവുറ്റവരാക്കാൻ ദേവി തന്നെ ചില അഗ്നിപരീക്ഷണങ്ങൾ നടത്തും. ഈ കനലിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കഷണം മൂർച്ചയുള്ള ആയുധമാക്കുന്നത് പോലെ കനലിൽ ഒരുക്കുന്ന സ്വർണം തിളക്കമുള്ള ആഭരണങ്ങളായി മാറുന്നത് പോലെ എല്ലാ പരീക്ഷണങ്ങൾക്കും അവസാനം ഒരു വിജയമുണ്ട്. അതുവരെ നമ്മൾ കാത്തിരിക്കണമെന്നേ ഉള്ളൂ. അച്ഛൻ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, അങ്ങനെ ചോദിച്ച എന്നെ ആരൊക്കെയോ നിരീക്ഷിക്കുന്നത് പോലെ. ഒരു മുൻപരിചയില്ലാത്തവർക്ക് പോലും എന്നോട് എന്തോ ദേഷ്യമുള്ളത് പോലെ. അത് ദാസേട്ടന് വെറുതെ തോന്നുക. പലതരം ക്രിമിനൽസ് അല്ലേ ദാസേട്ടാ. ദാസേട്ടന് ശീലമില്ലാത്തതുകൊണ്ടാ. അധികം നാളിലൂടെ കിടക്കേണ്ടി വരില്ല. ദാസേട്ടൻ ധൈര്യമായിട്ടിരിക്കേ.